രാവിലെ ഒരു സങ്കടം വരുന്ന വാർത്തയാണ് പറയാനുള്ളത്. ഞാനത് വായിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പലതവണ വായിക്കും തോറും സങ്കടം ഇങ്ങനെ കൂടി വന്നു. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും സങ്കടം തോന്നും. ആ വാചകം ഞാനൊന്ന് വായിക്കാം. പാവപ്പെട്ട ജാതിക്കാരനായതുകൊണ്ടാണോ തിരഞ്ഞെടുപ്പ് ഫലത്തിലെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, താഴ് ജാതിക്കാരനോ കീഴ് ജാതിക്കാരനോ ആയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എന്തേ നിങ്ങൾ മേൽജാതിക്കാരെ കുറ്റപ്പെടുത്താത്തത്? ചോദിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നതിന് കാരണമായി തീർന്നതോ കേരളത്തിലെ ജാതിമത ഭേദമന്യേ മുഴുവൻ ജനങ്ങളും. അവരെല്ലാവരും കൂടിയാണ് ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നതിന് കാരണമാക്കി മാറ്റിയത്. മലയാള സിനിമയിൽ ഏതോ ഒരു നടി, ദൈവമേ പാവപ്പെട്ടവർക്ക് ഇത്രയും സൗന്ദര്യം തന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഒരു പാവപ്പെട്ട ജാതിക്കാരനായ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും നല്ലൊരു നാക്കും ഒരു വിദ്വേഷം നിറഞ്ഞ ചിന്തയും കൊടുത്തതെന്ന് ഞാൻ വല്ലാണ്ട് ആലോചിച്ചു പോയി. എൻ്റെ വെള്ളാപ്പള്ളി സാറേ, ഇനിയിപ്പോൾ വേറൊന്നും നടക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുകയേ നിർവാഹമുള്ളൂ. പക്ഷേ ഇത് കേട്ട് ആളുകൾ ചിരിക്കുകയേ ഉള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതും നടന്നു പറഞ്ഞതും വേറൊരു സ്ഥലത്ത് പോയി പറഞ്ഞതിൻ്റെ എല്ലാ ഗുട്ടൻസും പിടികിട്ടിയെന്ന് മാത്രമല്ല, നന്നായി പിടികിട്ടി. അതുകൊണ്ടാണ് അവർ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പിടിച്ചെടുത്ത് നിലത്തടിച്ചത്. സംഗതി ഗജപുക ആയി തീർന്ന ഈ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ഒരു വിജയശില്പി വെള്ളാപ്പള്ളി സാറാണ് എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, ശശികലയ്ക്കും PC ജോർജിനും ഒക്കെ വന്ന ഒരവസ്ഥ ഒരു വലിയ സമുദായ സംഘടനയുടെ, പോട്ടെ ആരുടെ പേരിലുള്ളതാ എന്ന് ആലോചിച്ച് നോക്കൂ. ലോകം ആദരിക്കുന്ന ഗുരു എന്ന നിലയിലേക്ക് ഉയരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള ഒരു സംഘടന. അദ്ദേഹം പിന്നെ ശേഷം അത് വേണ്ടായിരുന്നു, പിടിച്ചുവിടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സെക്രട്ടറിക്ക് ഇത്രമേൽ സങ്കടത്തോടെയും പ്രയാസത്തോടെയും താൻ നടന്ന് പറഞ്ഞതും, ഈ നമ്മൾ സാധാരണ ഉത്സവത്തിനൊക്കെ ആനയെ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ കാഷ്ടം ദുർഗന്ധം വമിപ്പിക്കുന്നത് പോലെ നടന്ന് പറഞ്ഞതെല്ലാം അവസാനം ഞാൻ കീഴ്ജാതിക്കാരനായതുകൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. സാറേ, കീഴ്ജാതിക്കാരനായതുകൊണ്ടല്ല. അങ്ങനെ കീഴ്ജാതിക്കാരായ ഒരുപാട് ആളുകൾ ആദരിക്കപ്പെടുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ആരാണ് ഗുരുദേവനെക്കുറിച്ച് ഒരു തിരസ്കരിക്കപ്പെടുന്ന ഒരു നെഗറ്റീവായ സംഗതി പറയുക? അങ്ങനെയുള്ള എത്രയോ പേർ, MK രാഘവൻ, മോഹൻ ശങ്കർ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അഡ്വക്കേറ്റ് K ഗോപിനാഥൻ. എന്താ പുള്ളിയോടൊക്കെയുള്ള സമൂഹത്തിൻ്റെ ഒരു സ്വീകാര്യത! ഗോപി വക്കീലെന്ന് പറഞ്ഞാൽ 100 നാവാണ് ജാതിമത ഭേദമന്യേ മുഴുവൻ നാട്ടുകാർക്കും. അതൊക്കെ ഒരു ബ്രാൻഡാണ്, ഒരു സത്യസന്ധതയുടെ ബ്രാൻഡ്, അതായത് ഒരു മൂല്യത്തിൻ്റെ ബ്രാൻഡ്. അങ്ങനെയുള്ള നിലയിലേക്ക് എത്തുമ്പോഴാണ് അതിനകത്തേക്ക് ജാതി പുരട്ടി സംഗതി നോക്കുന്നത്. എന്നിട്ട് താഴോട്ടുള്ള പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല സുകുമാരൻ നായർ സാറ് NSSകാർ പറഞ്ഞു, അത് പറഞ്ഞു ഇത് പറഞ്ഞു. സാറേ, ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിനുണ്ട്. സാർ അന്വേഷിച്ചോ? സാറ് താമസിക്കുന്ന വാർഡ് പോലും നഷ്ടപ്പെട്ടു. സാറിൻ്റെ പേരോ പടമോ ഫ്ലെക്സ് ബോർഡോ വെച്ച് ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥി പോലും വോട്ട് പിടിച്ചില്ല. പക്ഷേ ഫ്ലെക്സ് ബോർഡ് വെച്ച് എന്തോ ആഘോഷമെന്ന പേരിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വന്ന് അങ്ങയുടെ സരസ്വതി കടാക്ഷത്തെ പുകഴ്ത്തുന്നതിന് ഒരു മടിയുണ്ടായില്ല. എങ്കിലും അങ്ങ് പൂർണ്ണമായി നിർഭാഗ്യവാനാണെന്നൊന്നും പറയാനൊക്കില്ല. ഇതൊക്കെ ആയിട്ടും മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാ സാമാന്യ ജനങ്ങളും ഇതിൻ്റെ മറുപടിയാണ് മലപ്പുറം ജില്ല സഹിതം. മലപ്പുറം ജില്ല എന്ന് പറയുമ്പം അവിടുത്തെ ജിഹാദികൾ മാത്രമല്ല, മുഴുവൻ ആളുകളും ജാതിമത ഭേദമന്യേ കാടടച്ചങ്ങ് കൊടുത്തില്ലേ? ആ കൊടുപ്പ് കൊടുത്തിട്ട് പോലും എതിർ പാർട്ടിയിലെ ഒരു നേതാക്കളെങ്കിലും ഞങ്ങളുടെ വിജയശില്പി വെള്ളാപ്പള്ളി നടേശൻ സാറാന്ന് പറയുന്നോ? പറയത്തില്ല അവർ. കാരണം അവർക്ക് പറയാൻ ധൈര്യക്കുറവുണ്ട്. ആ കുറവ് എന്തുകൊണ്ടാണെന്നറിയാമോ? പറയാത്തവരെ കുറ്റം പറയാനും പറ്റില്ല. ഈ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടൻ തന്നെ ബാക്കി 4 പേരും അങ്ങ് ആദർശ ചാമ്പ്യന്മാരാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നത് അടൂർ പ്രകാശാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ KC വേണുഗോപാലാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരാളാന്നിരിക്കട്ടെ, അപ്പോഴത്തേക്ക് വേറെ 2-3 നേതാക്കൾ അങ്ങ് ആദർശവാന്മാരായി. അടുത്ത പത്രസമ്മേളനം മുതൽ അവർ പറയുന്നത് അത് പൊളിറ്റിക്കലി കറക്റ്റല്ല, അങ്ങനെ ഒരു സമുദായ നേതാക്കളെയും ഈ പാർട്ടി ആക്ഷേപിക്കാൻ തയ്യാറല്ല
എന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ ആണത്തുള്ളവരുണ്ട്. കോൺഗ്രസ്സിലെ VM സുധീരനെ പോലെ, CPMലെ സഖാവ് VS അച്യുതാനന്ദനെ പോലെ. ഇപ്പോൾ അങ്ങ് നമ്മുടെ ആലപ്പുഴ വെട്ടുകാട്ടിലെ ശവകുടീരത്തിലുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് ചിരിക്കുന്നുണ്ടാവും. VSൻ്റെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിക്കുന്നുണ്ടാവും ഈ ഫലം അറിയുമ്പോൾ. അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അവരുടെ ആത്മാക്കളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറ് മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും പിന്തുണയ്ക്കുന്നെങ്കിൽ അത് പരസ്യമായി പറയാതിരിക്കുക. കാരണം അത് പറയുന്നവർക്ക് ദോഷം ചെയ്യും. അതാണ് കേരളത്തിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ജനങ്ങളുടെ ഒരു പ്രബുദ്ധത. അതുകൊണ്ട് സഹായം ചോദിച്ചു വരുന്നവരോട് പറയുക, ഞാൻ രഹസ്യമായിട്ട് വേണ്ടത് ചെയ്തു തരാം, പരസ്യമായി ഞാൻ വല്ലതും പറഞ്ഞാൽ എല്ലാവരും കൂടെ നിങ്ങളെ തോൽപ്പിക്കും എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്കാണ് അങ്ങ് എത്തിയിട്ടുള്ളത്. അതങ്ങ് തിരിച്ചറിയുക. അതുകൊണ്ട് ചില സത്യത്തിനോടും നീതിയോടൊക്കെ അല്പം നീതി പുലർത്തുക. പദവിയുള്ളതുകൊണ്ട് കുറച്ചേറാൻ മൂളികൾ ചുറ്റിനും നിന്ന് പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് പൊതുസമൂഹമൊക്കെ ഇത്രയും മഹത്തായ ഒരു സംഘടനയിലിരുന്ന് ഇതുപോലൊരാൾ നയിക്കുന്നതിൻ്റെ ആ വേറിട്ട പ്രതിഷേധം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് അതിനകത്ത് കീഴ്ജാതിയും മേൽജാതിയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യജാതിയാകാൻ ശ്രമിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. ഒരിക്കൽ ചോദിച്ചു, അങ്ങയുടെ ജാതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനുഷ്യജാതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ആ ജാതിയിലെങ്കിലും ആകാൻ ശ്രമിക്കുക. അതുതന്നെയാണ് മറുപടി. സാർ, ഒരു കാര്യം കൂടി കണ്ടു കാണുമായിരിക്കും, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വെച്ച് അലക്കുന്നുണ്ട്. അടൂരിലെ ഏറാത്തെന്ന് പറയുന്ന ഒരു വാർഡിൽ അവിടുത്തെ ഒരു LDF സ്ഥാനാർത്ഥി, വനിതാ സ്ഥാനാർത്ഥിയുടെ മകൻ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു SNDP യോഗം ഗ്രൂപ്പിൽ. അതായത്, ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഇവിടെ കുടിയും കൊണ്ടൊന്നും ഒരാളും വരരുത്, ഞങ്ങളങ്ങ് കുഴിച്ചിട്ടോളാം, നിങ്ങളുടെ ആരുടെയും സേവനം വേണ്ടാന്ന്. അത് പറഞ്ഞതാരാന്നറിയോ? LDF സ്ഥാനാർത്ഥിയുടെ മകനാണ്. അതിൻ്റെ പിണക്കം എന്താണെന്നറിയോ? ആ DYFI നേതാവിൻ്റെ അമ്മ 4ാം സ്ഥാനത്ത് പോയി ആ വാർഡിൽ. SNDPക്കാർ മാത്രമുള്ള വാർഡാണ്, മലപ്പുറംകാരില്ല, ജിഹാദികളില്ല, ആരുമില്ല. എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണോ ആഹ്വാനം ചെയ്യുന്നത് അതിനെതിരെ വോട്ട് ചെയ്യുകയാണ് SNDPയിലെ ആളുകൾ. അവരുടെ പേരിലൊക്കെ ഇങ്ങനെ കുറേ പേരെ റെഡിയാക്കി വോട്ട് ചെയ്ത് അങ്ങ് ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തിൻ്റെ മതേതര ഭാവം നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന ആജ്ഞാനുവർത്തികളാകാനോ അവരെ കിട്ടില്ല എന്നതാണ് സാരം. ആ ദേഷ്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്.